അഡ്വക്കേറ്റ് ബബില കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബബില, ഇവിടെ ഇതാ സക്കറിയ സാർ പറയുന്നത് പോലെ കുറ്റവാളികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നതിനപ്പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നവരല്ല. അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടേണ്ടത്. അത് സൃഷ്ടിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇവിടെ ഇതാ ഈ അർജുൻ ആയങ്കി പിടിക്കപ്പെടുന്നത് ഒരു അഡ്വക്കേറ്റിന്റെ വസതിയിൽ നിന്നാണ് എന്നതാണ്. നമുക്ക് അറിയാൻ സാധിച്ചിടത്തോളം 9 മണിക്കൂറിലധികമായി അർജുൻ ആയങ്കി അവിടെ തന്നെ തുടർന്നിരുന്നു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ്. ഈ അഡ്വക്കേറ്റ് ഇപ്പോൾ പറയുന്നത് തന്റെ കക്ഷിയാണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്നതൊക്കെയാണ്. 9 മണിക്കൂറിലും ആ ചർച്ച അവസാനിച്ചിരുന്നില്ല. അപ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടിയും ആളുകളുണ്ട്. അത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിയമവ്യവസ്ഥയിൽ പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മളെ നിയമവ്യവസ്ഥയെ പറയുന്നത് പ്രോസിക്യൂഷൻ ഉണ്ട്, അനദർ സൈഡ് അതിനോട് ഡിഫെൻഡ് ചെയ്യാൻ ഡിഫൻഡൻസ് ലോയറും ഉണ്ട് അല്ലെ. സോ നിയമം തന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ലോയർ ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ കൺസൾട്ടേഷൻ എത്ര നേരം നീളും എന്നുള്ളത് ആരാണ് തീരുമാനിക്കേണ്ടത്? അവരല്ലേ തീരുമാനിക്കേണ്ടത്. വക്കാലത്തുണ്ടെങ്കിൽ വക്കീല് പറഞ്ഞത് കേൾക്കണ്ടേ നമ്മള്? അപ്പൊ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. കൺസൾട്ടേഷൻ എത്ര നേരം നീണ്ടു എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പിന്നെയുള്ള ഒരു കാര്യം, സാറ് പറഞ്ഞ പോലെ സാറ് പോലീസ് സംവിധാനങ്ങളെ പറഞ്ഞപ്പം പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ആണ് ആര് ഉള്ളിൽ കിടക്കണം, എത്ര കാലം ഉള്ളിൽ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു പ്രോസിക്യൂഷന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. CRPC അനുവദിക്കുന്ന, അല്ലെങ്കിൽ BNSS ആയാലും വന്ന സമയത്ത് വളരെ നല്ലവണ്ണം ക്രമപ്പെടുത്തിയിട്ടാണ് BNSS വന്നിട്ടുള്ളത്. അപ്പൊ പ്രോസിക്യൂഷന് തീരുമാനിക്കാം ഏത് ക്രിമിനല് എപ്പം കുറ്റപത്രം സമർപ്പിച്ചാൽ, എത്ര ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ ക്രിമിനലിന് ഇത്ര കാലം കൊണ്ട് ഇറങ്ങുള്ളൂ എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? പ്രോസിക്യൂഷന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഡിഫോൾട്ട് ബെയിൽ കൊടുക്കാൻ സാഹചര്യം ഒരുക്കുന്നത് പോലും ഈ പറയുന്ന സാഹചര്യമല്ലേ, പോലീസ് ഒരുക്കുന്നതല്ലേ? അങ്ങനെ പോലീസ് ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നടപ്പിലാക്കി വരുന്ന കാപ്പ ചുമത്തിയിട്ടുള്ള ആളുകളെ പ്രതിരോധം എന്നുള്ള പേരിൽ എടുത്ത് അകത്താക്കിയിട്ട് വരുമ്പം അവിടെ ഒരു ആർട്ടിക്കിൾ 21 ത്രെട്ടൻ ഉണ്ട്. ധന്യായം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഈ വർഷം തന്നെയാണ് 2025 ജൂണിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഓർഡറിന് എപ്പോഴാണോ അവര് ത്രെട്ടൺ ആയിട്ടുള്ളത്, ത്രെഷോൾഡ് ഫോർ പബ്ലിക് ഓർഡർ റാദർ ദാൻ ലോ ആൻഡ് ഓർഡർ. അല്ല, അവിടെ അഡ്വക്കേറ്റ് ബാബില ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ ആകട്ടെ എന്തുമാകട്ടെ, ഈ അർജുൻ ആയങ്കിയൊക്കെ ഇത്രയും നാൾ വളർന്നിരുന്നത് കൃത്യമായ രാഷ്ട്രീയ തണലിൽ ആണ്. അവരാണ് ഭരണകൂടങ്ങളായി മാറുന്നത്. അവരെ അനുസരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേരള പോലീസിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെയാണല്ലോ ഈ ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ഉണ്ടാവുക. ഇത് ഒരു സർക്കാർ സംവിധാനത്തെയാണ് ഈ അർജുൻ ആയങ്കി വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന് പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. താൻ വളർന്ന പാർട്ടി വേറെയാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിരട്ടലൊന്നും വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പിന്തുണയാണ് അർജുൻ ആയങ്കിയെ വളർത്തുന്നത്. താങ്കൾ ഈ പറയുന്ന നിയമ സംവിധാനത്തിൽ നീതിയാണല്ലോ ഉറപ്പാക്കേണ്ടത്. തീർച്ചയായിട്ടും നീതി ഉറപ്പാക്കുന്ന ഒരു നിയമ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഈ പറയുന്ന കേസുകളിലും, ഇപ്പം ശൗര്യ സുനിൽ കുമാർ വേഴ്സസ് CBI കേസ് വന്നിട്ടുണ്ട്. അതിൽ ഡിഫോൾട്ട് ബെയിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ, അതായത് ഈ ആർട്ടിക്കിൾ 21 കൺസിഡർ ചെയ്യാതെ തന്നെ ഡിഫോൾട്ട് ബെയിൽ എങ്ങനെ ഒരു മനുഷ്യനെ അകത്തിടാൻ സഹായിക്കും എന്നുള്ളത്, അതായത് ക്രിമിനലിനെ പുറത്തോട്ട് വരാതിരിക്കാൻ എങ്ങനെ സഹായിക്കും? ഒരു പോലീസ് റിപ്പോർട്ട് മാത്രം മതി. അതിന് ഒരു കോപ്പി ഓഫ് ചാർജ് ഷീറ്റ്, അല്ലെങ്കിൽ ചാർജ് ഷീറ്റിന്റെ കോപ്പി, അല്ലെങ്കിൽ മറ്റൊരു പേപ്പറോ അതിൽ തള്ളിക്കയറ്റിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു ഗ്രൗണ്ട് ഫോർ അറസ്റ്റ് ഒഴിവാവുന്നില്ല, അല്ലെങ്കിൽ അതൊരു ജാമ്യത്തിന്റെ കണ്ടീഷനിലോട്ട് വരുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. 2026 ആ ഒരു ഇതും കൂടി വരുന്നത്. നമ്മൾ അതിനെയൊക്കെ നോക്കി കാണണം. ബഹുമാനപ്പെട്ട കോടതി ക്രിമിനൽസിനെ പുറത്തേക്ക് ഇറക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്തും
നിയമ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കാനുള്ള നിയമങ്ങള് വേർഡിക്ട്സ് അതായത് ഈ അർജുനെ പോലെയുള്ളവർ ഇപ്പോഴും അതായത് 23 കേസുകളുണ്ട്. പോലീസിനെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു, ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ സംരക്ഷണം ലഭിക്കപ്പെട്ടിരുന്നു. നേരത്തെ കാപ്പിയൊക്കെ ചുമത്തപ്പെട്ടിരുന്നതാണ്, പിന്നീട് അത് ഒഴിവാക്കപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഭരണകൂടങ്ങളുടെ പ്രശ്നം തന്നെയാണിത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. നമുക്ക് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. അതനുസരിച്ച് ജനങ്ങളുടെ സ്വത്തിന് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഭരണകൂടങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ നിയമമുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താത്തത് തന്നെയാണ്. അതും പോലീസിന്റെ വീഴ്ച തന്നെയാണ്. നമുക്കറിയാം കേരള പോലീസിന്റെ അത്രയും നല്ല പോലീസ്, അതായത് ഈ പറയുന്ന അർജുനായെങ്കിൽ ഇത്രയും ദിവസം വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സംവിധാനത്തിലുള്ള അവരുടെ കഴിവുകേടല്ല ഒരിക്കലും. കേരള പോലീസ് നമ്മളുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉന്നതരും കഴിവുള്ളവരും ഇരിക്കുന്ന പോലീസ് സംവിധാനമാണ്. മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികൾ എങ്ങനെ നടന്നാലും അതിനെ പിടിച്ചു കൊണ്ടുവരാൻ എവിടുന്നായാലും അങ്ങേ അറ്റത്ത്, ഇന്ത്യയുടെ അറ്റത്തോ ലോകത്തിന്റെ അറ്റത്തോ പോയിട്ട് പിടിച്ചു കൊണ്ടുവരാനും കഴിവുള്ളവർ തന്നെയാണ് ഈ പറയുന്ന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.